പ്രിയ വിദ്യാർത്ഥികളെ, ഈ വർഷം SSLC പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇന്ന് സംസാരിക്കുന്നത് ഫിസിക്സ് വിഷയത്തെക്കുറിച്ചാണ്. ഫിസിക്സ് വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ്. ഗണിതശാസ്ത്രം പോലെ മുഴുവൻ മാർക്കും വാങ്ങാവുന്ന ഒരു വിഷയം. 40 സ്കോറിനുള്ള പരീക്ഷയാണ്. 1.5 മണിക്കൂർ എഴുതാനുള്ള പരീക്ഷ. അതുകൂടാതെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ഏകദേശം 14-15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 10% ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഏകദേശം 8 മാർക്കിന്. ഗണിത പ്രശ്നങ്ങൾ ചെയ്യുക, ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ഉത്തരം എഴുതുക, അനുയോജ്യമായ ബന്ധിപ്പിച്ച് എഴുതുക. ഇങ്ങനെ വ്യത്യസ്തമായ ചോദ്യ രൂപങ്ങളാണ് ഉണ്ടാകുന്നത്. മുഴുവൻ സ്കോറും അല്ലെങ്കിൽ A+ വാങ്ങേണ്ട കുട്ടികളെല്ലാം തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതിയേ മതിയാവും. എന്നാൽ മാത്രമേ നമുക്ക് മുഴുവൻ സ്കോറും ലഭിക്കുകയുള്ളൂ. ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള സ്കോറിൻ്റെ വിവരം പറയാം. ഓരോ യൂണിറ്റ്, ആകെ 8 യൂണിറ്റുകളാണ് ഉള്ളത്. ആദ്യ യൂണിറ്റ് തരംഗചലനം, 6 സ്കോറിനുള്ള ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകും. രണ്ടാമത്തേത് വൈദ്യുതപ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, അതിൽ 5 സ്കോറിനുള്ളത്. തുടർന്നുള്ള വൈദ്യുതകാന്തിക പ്രേരണം, ഇവിടെയും 5 സ്കോറിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നാലാമത്തേത് പവർ പ്രേഷണവും വിതരണവും, ഇത് 4 സ്കോറിനാണ്. തുടർന്നുള്ള താപം, പ്രകാശവർണ്ണങ്ങൾ, ഈ 2 പാഠഭാഗങ്ങളിൽ നിന്നും 6 സ്കോർ വീതം. അവസാനത്തെ 2 പാഠങ്ങളായ ഇലക്ട്രോണിക്സിലും ഊർജ്ജ പരിപാലനത്തിൽ നിന്നായി 4 സ്കോർ. അങ്ങനെ 40 സ്കോറിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. ഓരോ പാഠത്തിൻ്റെയും വെയിറ്റേജിനനുസരിച്ചുള്ള രീതിയിൽ തയ്യാറാവുക, ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. നമുക്കിനി ഓരോ പാഠഭാഗങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത് തരംഗചലനം അഥവാ വേവ് മോഷൻ എന്നുള്ള പാഠമാണ്. കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പുതിയ പുസ്തകത്തിൽ ഇത് ആവർത്തിച്ചു വന്നിട്ടുള്ളതാണ്. ഇവിടെ തരംഗത്തിൻ്റെ ഗ്രാഫ് വിശകലനം ചെയ്തുകൊണ്ട് ഉള്ള ചോദ്യങ്ങളുണ്ടാകാം. ആയതി, ആവൃത്തി, തരംഗദൈർഘ്യം ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതാനുണ്ടാവും. പിന്നെ V=F λ എന്ന സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഗണിത പ്രശ്നങ്ങളും വരാം. തരംഗങ്ങൾ 2 തരമുണ്ട്. അനുപ്രസ്ഥ തരംഗം അഥവാ ട്രാൻസ്വേഴ്സ് വേവ്, അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഈ 2 തരംഗങ്ങളെ താരതമ്യം ചെയ്യൽ, അവ തമ്മിലുള്ള വ്യത്യാസം, ശബ്ദം ഏത് രീതിയിലുള്ള തരംഗമാണ്, അതിൻ്റെ പ്രത്യേകതകൾ, ഇങ്ങനെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വായുവിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യപ്പെടുന്നത് അനുദൈർഘ്യ തരംഗ രൂപത്തിലാണ്. അതെങ്ങനെയാണ് സാധ്യമാവുന്നത്, ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്, വായുവിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യപ്പെടുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, ആർദ്രത, സാന്ദ്രത എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഈ പാഠഭാഗത്തിൽ നിന്ന് ഉണ്ടാകാവുന്ന ചോദ്യങ്ങളിലൊക്കെ വരാവുന്നതാണ്. മറ്റൊന്ന്, കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. അത് സ്വാഭാവിക കമ്പനം, അത് നാച്ചുറൽ വൈബ്രേഷൻ എന്നുള്ള ഒരു കാര്യം. അതുകൊണ്ടുണ്ടാകുന്ന മറ്റൊരു വസ്തുവിനുണ്ടാകുന്ന കമ്പനം, അതായത് പ്രണോദിത കമ്പനം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഇങ്ങനെ നാച്ചുറൽ വൈബ്രേഷനും ഫോഴ്സ്ഡ് വൈബ്രേഷനും അതിൻ്റെ ആവൃത്തി ഒരേ ആവൃത്തിയാകുമ്പോൾ ഉണ്ടാകുന്ന റെസണൻസ് അഥവാ അനുനാദം എന്ന ഇതുമായി ബന്ധപ്പെട്ട 2-3 പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. റെസണൻസിൻ്റെ അല്ലെങ്കിൽ അനുനാദത്തിൻ്റെ പരീക്ഷണങ്ങൾ, അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സന്ദർഭങ്ങൾ പ്രത്യേകം ഉണ്ട്. ആ സമയത്തുണ്ടാകുന്ന ആവൃത്തി അഥവാ ഫ്രീക്വൻസിയും എത്രയാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ശബ്ദം ഏതെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് ശബ്ദ പ്രതിപതനം എന്ന് പറയുന്നത്, അഥവാ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ഈ ശബ്ദം തുടർച്ചയായി പ്രതിപദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ആവർത്തന പ്രതിപതനം അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്ന് പറയും. ഈ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കൊണ്ടുണ്ടാക്കുന്ന ഒരു മുഴക്കത്തിനെ പറയുന്ന പേരാണ് അനുരണനം അഥവാ റിവർബറേഷൻ എന്ന് പറയുന്നത്. ശബ്ദത്തിൻ്റെ പ്രതിപതനവുമായി ബന്ധപ്പെട്ടപ്പോൾ ശബ്ദ പ്രതിപതനം, ആവർത്തന പ്രതിപതനം, അനുരണനം, ഈ 2-3 കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഒരു ശബ്ദം നമ്മുടെ ചവിട്ടിൽ നിൽക്കുന്ന സമയം 1/10 സെക്കൻഡ് നേരം നമ്മുടെ ചവിട്ടിൽ നിൽക്കും. അങ്ങനെയുള്ള നമുക്കുള്ള ഒരു കഴിവിനെ പറയുന്നതാണ് ശ്രവണസ്ഥിരത എന്നുള്ളത്, അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയും. നാം ഒരു ശബ്ദം പുറപ്പെടുവിച്ച് അതെവിടെയെങ്കിലും തട്ടി തിരിച്ചു വരുന്നത് 1/10 സെക്കൻഡിന് ശേഷമാണെങ്കിൽ അത് വീണ്ടും കേൾക്കുന്നതായിട്ട് തോന്നും. ഇതാണ് എക്കോ അഥവാ പ്രതിധ്വനി എന്ന് പറയുന്നത്. ഇവിടെ അനുരണനം, പ്രതിധ്വനി, ആവർത്തന പ്രതിപതനം,
ശബ്ദത്തിൻ്റെ പ്രതിപതനം. ഈ രീതിയിലുള്ള 2-3 കാര്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ്. ഇതെല്ലാം ഒരു ഹാളിൽ സംഭവിക്കാവുന്നതുമാണ്. അങ്ങനെ ഒരു ഹാളിൽ ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ശബ്ദത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോഴാണ് നമ്മൾ ആ രീതിയിലൊരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഹാള് അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാര്യമുണ്ട്. അതിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖയാണ് എക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്നുള്ളത്, കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം. അതിന് ക്രമീകരിക്കേണ്ട രീതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നീട് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങൾ അഥവാ സീസ്മിക് തരംഗങ്ങൾ, അവയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നല്ലവണ്ണം തയ്യാറായി പോവുക. അടുത്തത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്നുള്ള പാഠമാണ്. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. 2, 3, 4 പാഠഭാഗങ്ങൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ രണ്ടാമത്തെ പാഠത്തിൻ്റെ പ്രത്യേകത, ഇതിനകത്താണ് കൂടുതൽ ഗണിത പ്രശ്നങ്ങളുള്ളത്. ജൂൾ നിയമത്തിൻ്റെ സൂത്രവാക്യം H=I²RT. ഓം നിയമവുമായി ബന്ധപ്പെട്ട V=I²IR. V=IR. ഇത് രണ്ടും ബന്ധപ്പെടുത്തിയിട്ടുള്ള സമവാക്യങ്ങൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതും ഇതുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാകാൻ സാധ്യതയുമുള്ളതുമാണ്. അതിന് കുറച്ചുകൂടി പ്രിപ്പയറായിട്ട് പോകേണ്ടതുണ്ട്. താപം ഫലമാണ് ഇതിനകത്ത് ആദ്യമുള്ളത്. താപം ഉണ്ടാകുന്നത് ഈ ജൂൾ നിയമവുമായി ബന്ധപ്പെട്ടാണ്. താപം ഉണ്ടാക്കുന്ന ആ കോയിലിനെ നമ്മൾ ഹീറ്റിംഗ് കോയിൽ എന്ന് പറയും. ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത് നിക്രോമാണ്. നിക്രോമിൻ്റെ സവിശേഷതകൾ: ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന പ്രതിരോധം, ചുട്ടുപഴുത്ത് നിൽക്കാനുള്ള കഴിവ് എന്നുള്ളത്. താപഫലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊന്നാണ് ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ഈ ഫ്യൂസ് ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട്, ഈ 2 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഫ്യൂസ് ഉപയോഗിക്കപ്പെടുന്നത്. ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്ന വസ്തുവിനുണ്ടാകുന്ന പ്രത്യേകത, അതിന് താഴ്ന്ന ദ്രവണാങ്കം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ താപഫലം തന്നെ പ്രകാശമാക്കി മാറ്റുമ്പോൾ, അതാണ് ബൾബിൽ സംഭവിക്കുന്നത്. ഫിലമെൻ്റ് ലാമ്പിൽ ഉപയോഗിക്കുന്ന, ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന വസ്തു ടങ്സ്റ്റൺ ആണ്. ഈ ടങ്സ്റ്റൻ്റെ പ്രത്യേകതകൾ: ഉയർന്ന ദ്രവണാങ്കമുണ്ട്, ഉയർന്ന പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ആ കമ്പി വളരെ നേർത്തതാക്കാൻ കഴിയുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ തരത്തിലുള്ള ഈ 3 കാര്യങ്ങളുടെയും പ്രത്യേകതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്യൂസുപരമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം, വയറിൻ്റെ ആംബിയറേജ് എന്ന് പറയുന്ന അത് കാണും. എത്ര വൈദ്യുതിയാണ് അതിലൂടെ ഒഴുകുന്നതെന്നനുസരിച്ചിട്ടാണ് ആ ഫ്യൂസ് ഉരുകി പോകുന്നത്. ആംബിയറേജ് എന്നത് വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നുള്ള രീതിയിലുള്ള ഗണിത പ്രശ്നവും പ്രതീക്ഷിക്കാം. ഇനി വൈദ്യുതിയുടെ താപഫലവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രാകാശിക ഉപകരണങ്ങളാണ് ആ പാഠത്തിലുള്ളത്. അതിലൊന്ന് ഡിസ്ചാർജ് ലാമ്പാണ്. ഡിസ്ചാർജ് ലാമ്പ് എന്നത് വൈദ്യുതി കടന്നു പോകുമ്പോൾ വാതകത്തിലൂടെയുള്ള ഡിസ്ചാർജിനനുസരിച്ച് 2 ഇലക്ട്രോണുകൾക്കിടയിൽ ഉന്ന വോൾട്ടേജ് നടക്കുമ്പോഴാണ് ഈ ഡിസ്ചാർജ് ഉണ്ടാകുന്നത്. അതിനകത്തുള്ള വാതകത്തിൻ്റെ വാതകത്തിനനുസരിച്ച് വ്യത്യസ്ത കളർ ഉണ്ടാക്കും. ഏതൊക്കെ വാതകം ഏതൊക്കെ കളറുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൈഡ്രജൻ നീല കളർ ഉണ്ടാക്കുന്നു, ക്ലോറിൻ പച്ച, നൈട്രജൻ ചുവപ്പ്, നിയോൺ ഓറഞ്ച്, സോഡിയം വേപ്പർ മഞ്ഞ എന്നിങ്ങനെ ഉള്ള അത് ചെറിയ ചോദ്യങ്ങളായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ തന്നെ മറ്റൊരു രൂപം എന്ന് പറയാവുന്നതാണ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. ഏകദേശം അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതിനുള്ളിൽ ഫ്ലൂറസെൻ്റ് കോട്ടിംഗ് ഉണ്ട്, മെർക്കുറി ബാഷ്പം അല്ലെങ്കിൽ മെർക്കുറി വേപ്പർ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇതിനകത്ത് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഉണ്ടാക്കുകയും അൾട്രാവയലറ്റ് കിരണങ്ങളെ ഫ്ലൂറസെൻ്റ് പദാർത്ഥം ആഗിരണം ചെയ്ത് പ്രകാശം ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് ഫ്ലൂറസെൻ്റ് ലാമ്പിൻ്റെ പ്രവർത്തനം. വളരെ കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കൂടുതൽ പ്രവർത്തിക്കുന്നു, നല്ല വെളിച്ചം ഉണ്ടാക്കുന്നു എന്നുള്ളതുണ്ട്. ഇത് തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫ്ലൂറസെൻ്റ് ലാമ്പാണ് നമ്മൾ CFL എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഈ ഫ്ലൂറസെൻ്റ് ലാമ്പാണെങ്കിലും CFL ആണെങ്കിലും ഇത് പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നു. ഇതിനകത്തുള്ള മെർക്കുറിയും മറ്റ് ഇലക്ട്രോണിക് വേസ്റ്റും എല്ലാം തന്നെ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞതും എന്നാൽ വൈദ്യുതി ലാഭിക്കുന്നതും പരിസ്ഥിതിക്ക് അത്ര ദോഷകരമല്ലാത്തതുമായ LED ലാമ്പുകളെക്കുറിച്ചുള്ളത്. LED വളരെയധികം LED CFLിനേക്കാൾ അപേക്ഷിച്ച് LEDക്കുള്ള മേന്മകൾ അതൊക്കെ ചോദ്യരൂപത്തിൽ വന്നേക്കാം. വൈദ്യുത ലാമ്പിൽപ്പെട്ട മറ്റൊന്ന് ആർക്ക് ലാമ്പാണ്. ആർക്ക് ലാമ്പ് പണ്ട് മുതലേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഒരു 2 ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു ഡിസ്ചാർജ് ഉണ്ടാക്കി പ്രകാശമുണ്ടാക്കുന്ന ലാമ്പ്.
ഇനി ഈ പാഠത്തിൽ തന്നെ മറ്റൊരു പ്രത്യേകത വൈദ്യുത പവറുമായി ബന്ധപ്പെട്ടാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ഗണിത പ്രശ്നങ്ങൾ ഈ പവർ ഉപയോഗിച്ച്, പവർ എന്നുള്ളത് പ്രവൃത്തി ബൈ സമയം അല്ലെങ്കിൽ ഊർജം ബൈ സമയം എന്നുള്ളത്, അതിനെ താപോർജം ബൈ സമയം എന്ന് പറയുമ്പോൾ h/t I²RT/t, അല്ലെങ്കിൽ അതിൻ്റെ 2-3 സമവാക്യങ്ങൾ I²R V²/R V×I, ഈ രീതിയിലുള്ള പവർ കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യങ്ങളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പവർ ഒരു ഉപകരണത്തിലേക്ക് വോൾട്ടേജ് കുറയുമ്പോൾ അതിൻ്റെ പവറിന് എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന വോൾട്ടേജിൽ അത്, അല്ലെങ്കിൽ എത്ര പവർ കിട്ടണമെങ്കിൽ ഏത് വോൾട്ടേജിലായിരിക്കണം, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം P = V²/R എന്നുള്ള സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് R കണ്ടുപിടിച്ചിട്ട് ചെയ്യേണ്ട രീതിയിലുള്ള കുറച്ച് കണക്കുകളൊക്കെ അവിടെ വരാം. അപ്പോൾ ആ പവറുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഗണിത പ്രശ്നങ്ങൾക്ക് സാധ്യത ഉണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. വൈദ്യുതിയുടെ തുടർച്ച തന്നെയാണിത്. വൈദ്യുതകാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതാണ് മൂന്നാമത്തെ പാഠം. ഇത് കാന്തം കമ്പിച്ചുരുൾ ചലിക്കുമ്പോൾ വൈദ്യുതി ഉണ്ടാകുന്നു എന്നതാണ് വൈദ്യുതകാന്തിക പ്രേരണത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായത്. മൈക്കൽ ഫാരഡേ ആണിത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിത്ര വിശകലനം, പരീക്ഷണം, ഈ വൈദ്യുതിയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തൽ. അവിടെ നമ്മൾ AC ജനറേറ്ററിൻ്റെ ഘടന, ഒരു AC ജനറേറ്റർ എങ്ങനെയാണ്, അതിൻ്റെ ഘടന ഏതാണ്, അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതുണ്ടാക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും, ACയുടെ ഗ്രാഫ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം എന്നുള്ള ഒരു നിയമമുണ്ട്. നമ്മുടെ വലതുകൈ ചൂണ്ടുവിരൽ, നടുവിരൽ, തള്ളവിരൽ എന്നിവ പരസ്പരം ലംബമായി പിടിക്കുമ്പോൾ തള്ളവിരൽ ചലന ദിശയും ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയും നടുവിരൽ കറണ്ടിൻ്റെ ദിശയും, ഫോർ ഫിംഗർ ഫോർ ഫീൽഡ്, സെൻറ്റർ ഫിംഗർ കറണ്ട്, തമ്പ് ഫോർ മോഷൻ എന്നുള്ള രീതിയിൽ അതിനെ കൽപ്പിച്ചുകൊണ്ടുള്ള നിയമം, അതാണ് ഫ്ലെമിങ്ങിൻ്റെ വലതുകൈ നിയമം. അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ജനറേറ്ററിൽ തന്നെ മറ്റൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ജനറേറ്ററാണ് പവർ ജനറേറ്റർ എന്നുള്ളത്. ഏതൊരു ജനറേറ്ററിനെയാണെങ്കിലും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കറങ്ങുന്ന ഭാഗം, ഒരു ജനറേറ്ററിൻ്റെ കറങ്ങുന്ന ഭാഗം അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പാർട്ടിനെ റോട്ടർ എന്ന് പറയും. ഒരു ജനറേറ്ററിൻ്റെ നിശ്ചല ഭാഗത്തെ അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് സ്റ്റേറ്റർ എന്നുള്ളത്. വലിയ ജനറേറ്ററുകൾ, പ്രത്യേകിച്ച് പവർ ജനറേറ്ററുകളിൽ റോട്ടറായി ഉപയോഗിക്കുന്നത് ഫീൽഡ് കാന്തവും സ്റ്റേറ്ററായി അനങ്ങാതിരിക്കുന്നത് ആർമേച്ചറാണ്. ഈ വലിയ സ്പാർക്കുകൾ ഒഴിവാക്കാനും സ്ലിപ്പ് റിങ് എന്നുള്ള റിങ് ഒഴിവാക്കാനും ഒക്കെ ഇത് സാധിക്കുന്നുണ്ട്. ഈ വലിയ ജനറേറ്ററുകളിൽ ഫീൽഡ് കാന്തമായി ഉപയോഗിക്കുന്നത് വൈദ്യുതകാന്തമാണ്. അതിനാവശ്യമായ വൈദ്യുതി നൽകുന്നതിന് മറ്റൊരു സഹായക ജനറേറ്റർ ഉണ്ട്, ഇതാണ് എക്സൈറ്റർ. ഇപ്പോൾ റോട്ടർ, സ്റ്റേറ്റർ, എക്സൈറ്റർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. ഈ വൈദ്യുതകാന്തിക പ്രേരണ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, അത് ചലിക്കും ചുരുൾ മൈക്രോഫോൺ എന്നുള്ളതുണ്ട്, മൂവിങ് കോയിൽ മൈക്രോഫോൺ, അതിൻ്റെ ഭാഗങ്ങൾ കാന്തം, കമ്പിച്ചുരുൾ, ഡയഫ്രം. ഈ കാന്തത്തെ വോയിസ് കോയിൽ, ഡയഫ്രം, കാന്തം, ഈ 3 ഭാഗങ്ങളാണ് ഇതിനുള്ളത്. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ തത്വം. വൈദ്യുതകാന്തിക പ്രേരണ തത്വമാണ്. മറ്റൊന്ന്, ഒരു കോയിലിലെ വൈദ്യുതി തൊട്ടടുത്തുള്ള മറ്റൊരു കോയിലിലേക്ക് വൈദ്യുതകാന്തിക പ്രേരണം മൂലം പ്രേരണം ചെയ്യപ്പെടുന്ന ഒരു പ്രതിഭാസം, ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അടുത്ത കോയിലിലേക്ക് വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുകയുള്ളൂ. AC ആണെങ്കിൽ തുടർച്ചയായി പ്രേരണം ചെയ്യപ്പെടും. ഇങ്ങനെ പ്രേരണം ചെയ്യപ്പെടുന്ന വൈദ്യുതി അതിൻ്റെ വോൾട്ടേജ് ചുറ്റുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടായിരിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇങ്ങനെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഉപകരണമാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷനാണ്, അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണമാണ്. അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സമവാക്യമുണ്ട്, VS/VP = NH/NP. ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ചിത്രവിശകലനം, ട്രാൻസ്ഫോമറിൻ്റെ ഗണിത പ്രശ്നം, ഇത് രണ്ടും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രാൻസ്ഫോമറിൻ്റെ തന്നെ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമായിരിക്കും. ഈ പവർ തുല്യമാണ് എന്നുള്ളത് കൊണ്ട് VP/IP = VS/IS എന്നുള്ള ഒരു സൂത്രവാക്യമുണ്ട്. അതനുസരിച്ച് വോൾട്ടേജ് എവിടെയാണോ കുറവ്, ആ കോയിൽ, ആ ഇടത് പ്രൈമറിയിലാണ് വോൾട്ടേജ് കുറവെങ്കിൽ അവിടുത്തെ കറണ്ട് കൂടുതലായിരിക്കും. സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ അവിടുത്തെ കറണ്ട് കുറവായിരിക്കും. ഈ രീതിയിൽ വോൾട്ടേജും കറണ്ടും അവിടെ ഒരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതും ഓർക്കണം. ഈ രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം.
മറ്റൊരു കാര്യം, ഒരു കോയിലിൽ തന്നെ വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്ന ഒരു AC സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു കോയിലിൽ തന്നെ വൈദ്യുതി പ്രേരണം ചെയ്യപ്പെടുന്ന ഒരു പ്രതിഭാസമുണ്ട്. അതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത് അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി ഇങ്ങനെ വൈദ്യുതകാന്തിക പ്രേരണം മൂലം തന്നെയാണ് ഉണ്ടാകുന്നത്. അതിനെ ഉണ്ടാകുന്ന EMFനെ പറയുന്ന പേരാണ് ബാക്ക് EMF എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കോയിൽ ഒരെണ്ണം ഒരു AC സർക്യൂട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് EMF കുറക്കാൻ നമുക്ക് സാധിക്കും. ഇത് റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നതിന് പകരമായി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നതിനാണ് ഇൻഡക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്ററുകൾ ഉപയോഗിച്ച് ഇൻഡക്ടറിൻ്റെ മേന്മ, അതെങ്ങനെ വൈദ്യുതി ലാഭിക്കും എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ് മൂന്നാമത്തെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ളത്. നാലാമത്തെ പാഠവും വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വൈദ്യുതിയുടെ പവർ പ്രേഷണവും വിതരണവും ഉണ്ടാക്കുന്ന ഇതേ രീതിയിൽ പവർ ജനറേറ്ററിൽ ഉണ്ടാക്കുന്ന വൈദ്യുതി എങ്ങനെയാണ് പ്രേഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് നാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതിലെ പവർ സ്റ്റേഷനുകൾ 3 തരത്തിൽ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനുകൾ 3 തരത്തിലുള്ളതാണ്. വിവിധ പവർ സ്റ്റേഷനുകൾ ഉണ്ടെങ്കിൽ പോലും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് ജലവൈദ്യുതി നിലയം അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, താപവൈദ്യുതി നിലയം അല്ലെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻ, ആണവ നിലയം അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഈ 3 പവർ സ്റ്റേഷനുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇവിടുത്തെ ഊർജ്ജ മാറ്റം, അവിടെ സംഭരിക്കപ്പെടുന്ന ഏത് രീതിയിലേക്ക് മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പവർ പ്രേഷണം, ഒരു പവർ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വൈദ്യുതി എത്തിക്കുന്ന രീതി, അതിനെയാണ് നമ്മൾ പവർ പ്രേഷണം അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്മിഷൻ നടക്കുമ്പോഴുള്ള പ്രശ്നങ്ങളുണ്ട്. ആ 2 പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. വോൾട്ടേജ് താഴ്ച, താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം. ഈ താപരൂപത്തിൽ എങ്ങനെ നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതിനെ സാധൂകരിക്കുന്നത് ജൂൾ നിയമം അനുസരിച്ചാണ്, H=I²RT. അപ്പോൾ പ്രതിരോധം കൂടുന്നതനുസരിച്ച്, നീളം കൂടുന്നതനുസരിച്ച് പ്രതിരോധം കൂടുന്നതിനനുസരിച്ച് താപനഷ്ടം ഉണ്ടാകുന്നു. ഇതെങ്ങനെ പരിഹരിക്കാം? അപ്പോൾ വൈദ്യുത പവർ പ്രേഷണത്തിലെ പ്രശ്നങ്ങൾ ഇതെങ്ങനെ പരിഹരിക്കാം? അതിന് പരിഹരിക്കാനുള്ള മാർഗ്ഗം ഉന്നത വോൾട്ടതയിലുള്ള പ്രേഷണം നടത്തുക എന്നുള്ളതാണ്. ഉന്നത വോൾട്ടതയിൽ പ്രേഷണം നടക്കുമ്പോൾ ആദ്യം നമ്മുടെ പവർ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന വൈദ്യുതി 11,000 വോൾട്ട് അല്ലെങ്കിൽ 11 kV വോൾട്ടാണ്. ഇത് ഉടൻ തന്നെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഉന്നത വോൾട്ടേജിലാക്കുന്നു. പിന്നീട് വിവിധ സബ് സ്റ്റേഷനുകൾ ഇതിൻ്റെ വോൾട്ടേജുകൾ താഴ്ത്തി കൊണ്ടുവരുന്നു. ഇതാണ് പവർ പ്രേഷണത്തിൻ്റെ രീതി. അപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഒരു സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് പവർ സ്റ്റേഷനിൽ അല്ലെങ്കിൽ പവർ സ്റ്റേഷനോട് ചേർന്ന സബ് സ്റ്റേഷനിൽ. ബാക്കിയുള്ള എല്ലാ സബ് സ്റ്റേഷനുകളിലും നമ്മുടെ തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകളാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള വിതരണ ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന വോൾട്ടേജ് 11,000 വോൾട്ടേജും അതിൻ്റെ ഔട്ട്പുട്ട് 230 വോൾട്ടാണ്. ഇവിടെ ഈ 3 ഫേസ് ലൈനുകളാണ് വരുന്ന വൈദ്യുതി. അതിന് അവസാനത്തെ ട്രാൻസ്ഫോമറിൽ അത് 4 ലൈനായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു 3 ഫേസ് ലൈനും ഒരു ന്യൂട്രലും ആകുന്ന ഒരു സംവിധാനമുണ്ട്. ഈ അവസാനത്തെ ട്രാൻസ്ഫോമറിലെ ഈ പ്രത്യേക വൈൻഡിങ്ങിനെ പറയുന്ന പേരാണ് സ്റ്റാർ കണക്ഷൻ എന്ന് പറയും. സ്റ്റാർ കണക്ഷനിൽ അതിൻ്റെ ചിത്രീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ ഫേസിലുമുള്ള വോൾട്ടേജ്, ഒരു ഫേസിന് ന്യൂട്രലിന് ഇടയ്ക്കുള്ള വോൾട്ടേജ്, 2 ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ്, 2 ഫേസുകൾക്കിടയിൽ 400 വോൾട്ടും ഒരു ഫേസിന് ന്യൂട്രലിനിടയിൽ 230 വോൾട്ടും ഉണ്ടാകുന്നു എന്നുള്ളതും അത് ഏതൊക്കെയാണെന്നുള്ള ചിത്രവിശകലനം ഇവിടെ പ്രതീക്ഷിക്കാം. ഇനി ഇങ്ങനെ വൈദ്യുത ലൈനിൽ ഏതൊക്കെ വോൾട്ടേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഷോക്ക് അടിക്കുന്നു, ചിലർക്ക് ഷോക്ക് അടിക്കുന്നില്ല, എന്തുകൊണ്ട്, അങ്ങനെ രീതിയിലുള്ള വിശകലനം ചോദ്യം പ്രതീക്ഷിക്കാം. അവിടെ പോസ്റ്റിൽ വന്നിട്ടുള്ള വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ വൈദ്യുതീകരണം, ഗാർഹിക വൈദ്യുതീകരണം, ഹൗസ് ഹോൾഡ് വയറിംഗ് എന്നുള്ളതാണ് അടുത്തത്. വീട്ടിലേക്ക് വൈദ്യുതി വരുന്നത് ഏത് ഉപകരണത്തിൽ ആദ്യം വരുന്നു? വാട്ട് മീറ്റർ, തുടർന്ന് മെയിൻ സ്വിച്ച്, മെയിൻ ഫ്യൂസ്, അങ്ങനെ തുടർന്നുള്ള അതിൻ്റെ ഘടന. നമ്മുടെ ലൈനിൽ നിന്നുള്ള വൈദ്യുതി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതാണ് നമ്മൾ ഹൗസ് ഹോൾഡ് വയറിംഗ് അല്ലെങ്കിൽ ഗൃഹവൈദ്യുതീകരണം എന്ന് പറയുന്നത്. ഇത് വീട്ടിലേക്ക് ആദ്യം ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രലുമാണ് വരുന്നത്. അതിനിടയ്ക്കുള്ള വോൾട്ടേജ് 230 ആദ്യം ഇത് ഘടിപ്പിച്ചിരിക്കുന്നത് വാട്ട് മീറ്ററിലേക്കാണ്. തുടർന്ന് മെയിൻ ഫ്യൂസ് ഉണ്ട്, മെയിൻ സ്വിച്ച്, ELCB, MCB തുടങ്ങിയ രീതിയിലുള്ള ഘടന പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുതന്നെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഗൃഹവൈദ്യുതീകരണ സർക്യൂട്ട് സമാന്തര രീതിയിലുള്ളതാണ്. എന്തിനാണ് സമാന്തര രീതിയിൽ ഒരു സർക്യൂട്ട് ആക്കിയിരിക്കുന്നത്? എല്ലാത്തിലും തുല്യ വോൾട്ടേജ് കിട്ടുന്നതിന് വേണ്ടി, എല്ലാ ഉപകരണങ്ങളും പ്രത്യേകം ഘടിപ്പിക്കുന്നതിന് വേണ്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. മറ്റൊന്ന് 3-പിൻ പ്ലഗിൻ്റെ പ്രത്യേകത. എർത്തിങ് എന്തിനു വേണ്ടിയാണ്? 3-പിൻ പ്ലഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ വലിയ പിൻ എർത്ത് പിന്നാണ്. അതിന് വണ്ണം കൂടുതലാണ്, നീളം കൂടുതലാണ്.
വണ്ണം കൂടുമ്പോഴും നീളം കൂടുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? വണ്ണം കൂടുമ്പോൾ പ്രതിരോധം കുറയുന്നു, നീളം കൂടുമ്പോൾ ആദ്യവും അവസാനവും സുരക്ഷ നൽകുന്നു എന്നുള്ള ഒരു പ്രത്യേകതയും 3 പിൻ പ്ലഗിനുണ്ട്. 3 പിൻ പ്ലഗിൻ്റെ സവിശേഷതകൾ. ഇനി നമ്മുടെ വീട്ടിലെ വൈദ്യുതോർജ്ജം എങ്ങനെ കണക്കാക്കാം എന്നുള്ളതാണ് അടുത്തത്. കിലോവാട്ട് അവർ ആണ് ഈ വൈദ്യുതോർജ്ജം കണക്കാക്കുന്ന ഒരു വ്യാവസായിക യൂണിറ്റ്. അത് കണക്കാക്കുന്ന രീതി വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂർ ബൈ 1000 എന്നുള്ള സൂത്രവാക്യമാണ്. ഇതുപയോഗിച്ച് നമ്മുടെ വീട്ടിലെ ഏതൊക്കെ ഉപകരണങ്ങളുണ്ടോ അത് എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നോ അതനുസരിച്ചുള്ള ഊർജ്ജം നമുക്ക് കണക്കാക്കാം. മീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇനി ഒരാൾക്ക് ഷോക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട കാര്യമാണത്. അതും ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതും CPR കൊടുക്കേണ്ടത് എങ്ങനെ, കൃത്യമായ ശ്വാസോച്ഛ്വാസം അല്ലെങ്കിൽ തുടർന്നുള്ള പരിപാടികൾ എന്തൊക്കെ ചെയ്യണം, തിരുമാനുന്നത് എന്തിനു വേണ്ടിയാണ്, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഇത്രയാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട 4ാമത്തെ പാഠത്തോടുകൂടി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തീർന്നു. ഇനി 5ാമത്തെ പാഠത്തിലേക്കാണ് കിടക്കുന്നത്. 5ാമത്തേത് താപം എന്നുള്ള അഥവാ ഹീറ്റ് എന്നുള്ള പാഠഭാഗമാണ്. ഇവിടെ താപനില ഇത് തമ്മിലുള്ള വ്യത്യാസം. താപത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്, താപനിലയുടെ യൂണിറ്റ് കെൽവിൻ എന്നുള്ളതാണ്. താപനില അളക്കുന്ന തെർമോമീറ്ററുകൾ അനുസരിച്ച് അത് സെൽഷ്യസ് തെർമോമീറ്റർ, ഫാരൻഹീറ്റ് തെർമോമീറ്റർ, കെൽവിൻ തെർമോമീറ്റർ, ഇതിലെ കെൽവിൻ അളവാണ്. ഇത് എങ്ങനെയാണ് ഇതിനകത്തേക്ക് അതിൻ്റെ മാറ്റുന്നത് എന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട സൂത്രവാക്യം. സെൽഷ്യസിനെ എങ്ങനെ ഫാരൻഹീറ്റിലാക്കാം, സെൽഷ്യസിനെ എങ്ങനെ കെൽവിനിലാക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതും ചോദിക്കാൻ സാധ്യതയുമുള്ളതുമാണ്. ഇനി ഓരോ വസ്തുവും താപം ആഗിരണം ചെയ്യുന്നതിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. 1 കിലോഗ്രാം പദാർത്ഥം അതെടുക്കുന്ന താപത്തിൻ്റെ അളവിനെയാണ് വിശിഷ്ട താപധാരിത അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. ആ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറിയാമെങ്കിൽ ഒരു പദാർത്ഥം ചൂടാക്കാൻ ഇത്ര ഡിഗ്രിയിലേക്ക് ചൂടാക്കണമെങ്കിൽ എത്ര താപം വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ. അതുമായി ബന്ധപ്പെട്ട സൂത്രവാക്യം Q = mc⁻θ എന്നുള്ള സമവാക്യമുണ്ട്. അതുപയോഗിച്ചുള്ള ഗണിത പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ജലത്തിന് ഉയർന്ന വിശിഷ്ട താപധാരിതയുണ്ട്. ഇതുകൊണ്ടുള്ള പ്രത്യേകതകൾ, നമുക്ക് സാധാരണ താപനിലയിലുള്ള വ്യത്യാസങ്ങളൊന്നും നമ്മളെ ബാധിക്കാത്തത് നമ്മുടെ ശരീരത്തിൽ ജലമുള്ളതുകൊണ്ടും ജലത്തിന് കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളതുകൊണ്ടാണ്. കൂളൻ്റായി വാഹനങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നത് വെള്ളത്തിന് കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള കുറേ സാന്ദർഭികമായ ജീവിതത്തിലെ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. 2 വസ്തുക്കൾ, താപം ചൂടുള്ള വസ്തുവും തണുത്ത വസ്തുവും പരസ്പരം സമ്പർക്കത്തിൽ നിന്ന് ചൂടുള്ള വസ്തുവിൽ നിന്ന് തണുത്ത വസ്തുവിലേക്ക് താപം പ്രവഹിക്കുന്ന ആ രീതി അതിൻ്റെ രണ്ടിൻ്റെയും താപനില തുല്യമാവുകയും ചെയ്യും. ഇതിനെയാണ് മിശ്രണത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മെത്തേഡ് ഓഫ് മിക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശകലനം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഒരു വസ്തു ഖരവസ്തുവിൽ ദ്രാവകത്തിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ദ്രാവകത്തിൽ നിന്ന് വാതകത്തിലേക്ക് മാറുമ്പോൾ, അങ്ങനെ അവസ്ഥ മാറുമ്പോൾ സ്വീകരിക്കുന്ന താപത്തിനെയാണ് ലീനതാപം അല്ലെങ്കിൽ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്നത്. 1 കിലോഗ്രാം ഖരവസ്തു ദ്രാവകമാവുമ്പോൾ സ്വീകരിക്കുന്ന താപമാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഐസിന് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രത്യേകതകൾ, ഐസ്ക്രീം പെട്ടെന്ന് ഇറുകി പോകാത്തത്, ഐസ് വാട്ടറിനേക്കാളും കൂടുതൽ തണുപ്പ് ഐസിനുള്ളത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നം Q = m×LF എന്നുള്ള സൂത്രവാക്യം ഉപയോഗിച്ചുള്ളത്. അടുത്തത് ദ്രാവകം വാതകമാകുമ്പോൾ സ്വീകരിക്കുന്ന താപത്തിനെ പറയുന്നതാണ് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അല്ലെങ്കിൽ ബാഷ്പന ലീനതാപം എന്ന് പറയും. ഇത് വെള്ളത്തിന് കൂടുതലാണ്. അതുകൊണ്ട് ഉള്ള പ്രത്യേകതകൾ, നീരാവി കൊണ്ടുള്ള വിള്ളൽ കൂടുതൽ ഗുരുതരമാണ്. ആവിയിൽ പാകം ചെയ്യുന്ന ആഹാരവസ്തുക്കൾ എളുപ്പത്തിൽ വേവിക്കാൻ പറ്റുന്നു. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ സാന്ദർഭികമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ഗണിത പ്രശ്നങ്ങൾ, ഈ 3 കാര്യങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രാഫ് വിശകലനം, ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് മാറുമ്പോഴുള്ള ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ട ചോദ്യങ്ങളാണ്. തിളനിലയെ സ്വാധീനിക്കുന്ന, ഒരു വസ്തു തിളക്കുമ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ മർദ്ദം കൂടുമ്പോൾ തിളനിലയെ ബാധിക്കും. പ്രഷർ കുക്കറിൽ നടത്തുന്ന പ്രവർത്തനം അതാണ്. ദ്രാവകത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള വസ്തുക്കളനുസരിച്ച് അതിൻ്റെ തിളനില വ്യത്യാസപ്പെടും. ഇനി 2 കാര്യം ഇവിടെ ഉള്ളതൊന്ന് വേപ്പറൈസേഷൻ, ഇവാപ്പറേഷൻ, ബാഷ്പനം, ബാഷ്പീകരണം, ഇങ്ങനെ 2 പ്രവർത്തനങ്ങളുണ്ട്. വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ അതിൻ്റെ തിളനിലയിൽ നിന്ന് ചൂടാകുമ്പോഴാണ്, വാതകമാകുമ്പോഴാണ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ദ്രാവകം ഏത് താപനിലയിലും വാതകമാകുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇവാപ്പറേഷനും ഇവാപ്പറൈസേഷനും തമ്മിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവാപ്പറേഷൻ്റെ അല്ലെങ്കിൽ ബാഷ്പീകരണത്തിൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ, ബാഷ്പീകരണം നടക്കുമ്പോൾ തണുപ്പുണ്ടാകുന്നു എന്നുള്ളത്, കാറ്റടിച്ചാൽ വേർതിരിക്കുമ്പോൾ കാറ്റടിച്ചാൽ തണുപ്പുണ്ടാകുന്നത്, ഇങ്ങനെയുള്ള നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങളൊക്കെ ഇതിലുമായി ബന്ധപ്പെട്ടുണ്ടാകാം. മറ്റൊന്ന് ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് എന്നാണ് അതിൻ്റെ കാരണങ്ങൾ. അത് എങ്ങനെയൊക്കെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ താപവുമായി ബന്ധപ്പെട്ട ഈ പാഠത്തിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗവുമായി വരുന്നത്. ഇത് ഒരു 6 മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ താപം എന്നുള്ള ഇതിൽ വരാം. ഗണിത പ്രശ്നങ്ങളുണ്ട്, ഗ്രാഫ് വിശകലനമൊക്കെ ഉണ്ട്. അടുത്തത് പ്രകാശവുമായി ബന്ധപ്പെട്ട വളരെ ലളിതമായ ഒരു പാഠമാണ് പ്രകാശവർണ്ണങ്ങൾ എന്നുള്ളത്, 6ാമത്തെ പാഠം. ഇതിലാദ്യത്തേത് പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്നത്, 7 വർണ്ണങ്ങളായി വേർതിരിയുന്നു. ഒരു പ്രശ്നത്തിലൂടെ നടക്കുമ്പോൾ പ്രകാശത്തിന് സംഭവിക്കുന്ന പ്രകീർണനത്തിൻ്റെ പരീക്ഷണം, അതിലേതൊക്കെ വർണ്ണങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വേർതിരിയുന്നത് എന്നുള്ളത്, ഇത് പ്രകൃതിയിലുണ്ടാക്കുന്ന പ്രതിഭാസം മഴവില്ലുണ്ടാകുന്നത്, മഴവില്ല് വില്ല് പോലെ വളഞ്ഞു കാണുന്നത്, ഏതൊക്കെ വർണ്ണങ്ങൾ, ഒരു ജലഗണികയിൽ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ. ഈ വേർതിരിഞ്ഞ പ്രകാശത്തെ വീണ്ടും ഒരുമിച്ച് ചേർക്കുന്നതിന് ഉള്ള വർണ്ണങ്ങളുടെ പുനർസംയോജനം കാണിക്കുന്നതിനുള്ള പ്രിസം, 2 പ്രിസം ചേർന്നുള്ള പരീക്ഷണം. വർണ്ണങ്ങളുടെ പുനർസംയോജനം കാണിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ന്യൂട്ടൻ്റെ വർണ്ണപ്പമ്പരം എന്നുള്ളത്, അല്ലെങ്കിൽ ന്യൂട്ടൻസ് കളർ ഡിസ്ക് എന്നുള്ളത്. ഇത് വളരെ വേഗത്തിൽ കറക്കുമ്പോൾ വെളുത്തതായി തോന്നുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. ഇതിനെയാണ് വീക്ഷണ സ്ഥിരത അല്ലെങ്കിൽ പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങൾ, മഴ പെയ്യുമ്പോൾ മഴത്തുള്ളികൾ അടുപ്പിച്ച് വീഴുമ്പോൾ അത് ഗ്ലാസ് തണ്ട് പോലെ തോന്നുന്നത്, സിനിമയിൽ ചിത്രങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത്, അനിമേഷൻ, ഇങ്ങനെയുള്ളതൊക്കെ ഈ വീക്ഷണ സ്ഥിരതയുമായി ബന്ധപ്പെട്ട നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. 7 വർണ്ണങ്ങളാണ് വെളുത്ത പ്രകാശത്തിൽ ഉണ്ടായെങ്കിലും 3 വർണ്ണങ്ങൾ ഉപയോഗിച്ച് നമുക്കിതുണ്ടാക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന വർണ്ണങ്ങളാണ് പ്രാഥമിക വർണ്ണങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്ന പച്ച, നീല, ചുവപ്പ്. അവ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളെ ദ്വിതീയ വർണ്ണങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡറി കളേഴ്സ്, മഞ്ഞ, മജന്ത, സയൻ എന്നുള്ളത്. ഈ 2 വർണ്ണ ജോഡികൾ ഉപയോഗിച്ച് നമുക്ക് വെളുത്ത വർണ്ണം ഉണ്ടാക്കാം. അതിലൊന്ന് പ്രാഥമികവും മറ്റൊന്ന് ആ പ്രാഥമിക വർണ്ണമില്ലാത്ത ദ്വിതീയ വർണ്ണങ്ങൾ ആയിരിക്കും. അത് 2 വർണ്ണ ജോഡികളെ പറയുന്ന പേരാണ് പൂരക വർണ്ണങ്ങൾ. ഏതൊക്കെയാണ് പൂരകവർണ്ണങ്ങൾ? മഞ്ഞയുടെ പൂരകവർണ്ണം നീലയാണ്, ചുവപ്പിൻ്റെ പൂരകവർണ്ണം സയനാണ്, പച്ചയുടെ പൂരകവർണ്ണം മജന്തയാണ്. അപ്പോൾ പൂരകവർണ്ണ ജോഡികളെക്കുറിച്ച് ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളത്, ഒരു അതാര്യ വസ്തു എങ്ങനെ ആ നിറത്തിൽ കാണുന്നു, ഒരു വസ്തു എങ്ങനെ അതിൻ്റെ കളറിൽ കാണുന്നു എന്നുള്ളത്, അതിലേക്ക് വരുന്ന പ്രകാശത്തിൽ നിന്ന് അതിൻ്റെ വർണ്ണത്തെ പ്രതിഫലിക്കുകയും മറ്റുള്ള വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുന്നു എങ്ങനെയാണ് ആ വസ്തു ആ കളറിൽ കാണുന്നത്. ഒരു ചുവന്ന പ്രകാശത്തിൽ ഒരു പച്ചയില എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ചുവന്ന പ്രകാശത്തിൽ ചുവന്ന പൂവ് എങ്ങനെ കാണുന്നു എന്നുള്ള രീതിയിലുള്ള ഏതൊക്കെ വർണ്ണങ്ങളിൽ ഏതൊക്കെ വസ്തുക്കൾ കാണുന്നു എന്നുള്ളത് വളരെ വിശകലനം ചെയ്യാനുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ സുതാര്യ വസ്തുക്കൾ, ഒരു വസ്തു ഏതൊക്കെ വർണ്ണത്തിന്, ഫിൽറ്ററുകൾ ഏതൊക്കെ പ്രകാശത്തെ കടത്തിവിടുന്നു. ചുവന്ന ഫിൽറ്റർ ചുവന്ന പ്രകാശത്തെ കടത്തിവിടുന്നു, മറ്റു പ്രകാശവർണ്ണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഒരു നീല ഫിൽറ്റർ അതിൻ്റെ വർണ്ണത്തെ കടത്തിവിടുന്നു, മറ്റുള്ളതിനെ ആഗിരണം ചെയ്യുന്നു. ഇവിടെ ഓർക്കേണ്ടത്, അതിൻ്റെ ദ്വിതീയ വർണ്ണം ആയിട്ടുള്ള ഒരു ഫിൽറ്ററാണെങ്കിൽ അതിൻ്റെ 2 പ്രാഥമിക വർണ്ണങ്ങളെ കൂടി അത് കടത്തിവിടുന്നു. ദ്വിതീയ പ്രകാശമാണെങ്കിൽ അതിനകത്ത് പ്രാഥമിക വർണ്ണങ്ങൾ 2 അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന വസ്തു വെള്ള നിറത്തിലും, എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുന്ന വസ്തു ഇരുണ്ട നിറത്തിലും, എല്ലാ വർണ്ണങ്ങളെയും കടത്തിവിടുന്ന വസ്തു നിറമില്ലാത്ത ഫിൽറ്ററും ആയിരിക്കും. ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. മറ്റൊന്ന് സോളാർ സ്പെക്ട്രം, സൂര്യനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ തരംഗങ്ങളുടെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഏതൊക്കെയാണ് എന്നുള്ളത്. വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ഒരു സമൂഹത്തെയാണ് നമ്മൾ വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് പറയുന്നത്. റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, പ്രകാശം, എക്സ്, ഗാമ ഇങ്ങനെയുള്ള കിരണങ്ങൾ, അതിൽ തരംഗദൈർഘ്യം കൂടിയത് തുടങ്ങി തരംഗദൈർഘ്യം കുറഞ്ഞു വരെയുള്ള ക്രമമായി വിതരണം, അതിൽ ഓരോ വികിരണങ്ങളുടെയും ഉപയോഗങ്ങളും അതിൻ്റെ പ്രത്യേകതയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന ഭാഗികവും ക്രമരഹിതമായ പ്രതിപതനത്തെ പറയുന്ന പേരാണ് വിസരണം അഥവാ സ്കാറ്ററിംഗ് എന്നുള്ളത്. ഈ സ്കാറ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആകാശ നീലിമ, ഉദയസൂര്യൻ്റെ ചുവന്ന നിറം, ചന്ദ്രനിലെ ആകാശം ഇരുണ്ട് കാണുന്നു, കടൽ ജലം നീല നിറത്തിൽ കാണുന്നു, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുടെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് വിസരണമാണ്. വിസരണവുമായി ബന്ധപ്പെട്ട പരീക്ഷണമുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റൊന്ന്,
ടിൻഡിൽ എഫക്റ്റ് എന്നുള്ളതാണ്. ഈ വിസരണം സംഭവിക്കുമ്പോൾ തന്നെ മറ്റു പൊടികളിൽ തട്ടിയത് തിളങ്ങുകയും ആ പാത, പ്രകാശം പോകുന്ന പാത ദൃശ്യമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡൽ എഫക്റ്റ് എന്നുള്ളത്. ഇൻഫ്രാറെഡ് വികിരണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുന്നുണ്ട്. അതിനാണ് ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫി. ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേകതകൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് ആ പാഠം അവസാനിക്കുന്നത്. ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്തതും എന്നാൽ എളുപ്പം സ്കോർ കിട്ടാവുന്നതുമായ പാഠങ്ങളാണ്. ഇവിടെ തെറ്റാൻ സാധ്യതയുള്ളത് വർണ്ണങ്ങൾ ഏതൊക്കെയാണെന്നുള്ള മാറിപ്പോക്കുകളൊക്കെ ആയിരിക്കും ഉണ്ടാവണം. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ അത് തെറ്റില്ല. 6 സ്കോർ ഈ പാഠത്തിൽ നിന്ന് ലഭിക്കാം. ഇനി നിർത്താം. 7ാമത്തെ പാഠമാണ് ഇത്. ഇലക്ട്രോണിക്സും ആധുനിക സാങ്കേതിക വിദ്യയും എന്നുള്ളതാണ്. 4 സ്കോറാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഈ 3 അടിസ്ഥാന ഘടകങ്ങൾ, അവയുടെ യൂണിറ്റ്, അതിൻ്റെ പ്രതീകം, ഇവ വളരെ പ്രധാനപ്പെട്ടതാണ്. അർദ്ധചാലകങ്ങൾ, സെമി കണ്ടക്ടർ, അതായിട്ട് ഉപയോഗിക്കുന്ന ജെർമേനിയം സിലിക്കൺ, ഈ അർദ്ധചാലകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഡയോഡ്, PN ജംഗ്ഷൻ ഡയോഡ്, 2 ഡയോഡ് തന്നെ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഡയോഡാണെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED. ഡയോഡിൻ്റെ 2 ഉപയോഗങ്ങൾ. ഡയോഡ് 2 രീതിയിൽ നമുക്ക് ബന്ധിപ്പിക്കാം. ഒന്ന് ഫോർവേഡ് ബയസിങ്ങും മറ്റൊന്ന് റിവേഴ്സ് ബയസിങ്ങും. വൈദ്യുതി കടത്തിവിടുന്ന രീതി ഫോർവേഡ് ബയസിങ്, വൈദ്യുതി കടത്തിവിടാത്ത രീതി റിവേഴ്സ് ബയസിങ്. ഈ തത്വം ഉപയോഗിച്ചിട്ട് നമുക്ക് വൈദ്യുതി AC-യെ നമുക്ക് DC ആക്കാം. അതിന് റെക്ടിഫിക്കേഷൻ പറയും. ഒരു ഡയോഡ് മാത്രം ഉപയോഗിച്ചാണെങ്കിൽ അത് ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ, 2 അതിലധികം ഉപയോഗിച്ചാണെങ്കിൽ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ. ഇപ്പോൾ റെക്ടിഫിക്കേഷൻ്റെ സർക്യൂട്ടുകൾ, റെക്ടിഫയർ സർക്യൂട്ടുകൾ, അതിൻ്റെ ഗ്രാഫ്, ഇത് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. മറ്റൊന്ന് ഈ ഡയോഡ് തന്നെ 2 ഡയോഡുകൾ ചേർത്ത് വെച്ചാൽ എന്ന് പറയാവുന്ന രീതിയിൽ നിർമ്മിക്കുന്നതാണ് ട്രാൻസിസ്റ്റർ എന്നുള്ളത്. PNP, NPN എന്ന 2 രീതിയിലെ ട്രാൻസിസ്റ്റർ, അതിൻ്റെ സിമ്പൽ. ഈ പാഠത്തിലെ എല്ലാ ഘടകങ്ങളുടെയും, അത് റെസിസ്റ്ററായാലും ട്രാൻസിസ്റ്ററായാലും ഇൻഡക്ടറായാലും എല്ലാത്തിൻ്റെയും പ്രതീകങ്ങൾ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അതിൻ്റെ അതുമായി ഉപയോഗിക്കുമ്പോഴാവുന്നതിൻ്റെ യൂണിറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡയോഡ്, ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ എന്നിവ പ്രത്യേകം ഉപയോഗിക്കുന്ന പകരം ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള സംവിധാനം, ഒരു ക്രിസ്റ്റലിൽ ഒതുക്കിയിട്ടുള്ള സംവിധാനത്തെ പറയുന്ന പേരാണ് IC ചിപ്പ് എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഇൻഡക്ടറാണ് എന്നുള്ളതും അറിയണം. ഇത് ഇലക്ട്രോണിക്സിൻ്റെ അടിസ്ഥാനമായ ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം ഇലക്ട്രോണിക്സ് ആധുനിക സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ മോഡേൺ ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തിയാണ് അടുത്തുള്ളത്. അതിൽ നാനോ ടെക്നോളജി ഉണ്ട്. നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രത്യേകതകൾ, നാനോ ആകുമ്പോൾ ഒരു വസ്തുവിന് സംഭവിക്കുന്ന മാറ്റം എന്ത്, അതിൻ്റെ പ്രതല വിസ്തീർണത്തിനും വോളിയത്തിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസം, അതുപയോഗിക്കാൻ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വസ്തുക്കൾ, റോബോട്ടിക്സ് എന്നുള്ളതിനെക്കുറിച്ചൊരു വിശകലനം, ഫോട്ടോണിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് പുതിയതായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗമാണ്. അതും വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. മറ്റൊരു കാര്യം, ഈ മാലിന്യങ്ങൾ, ഈ വേസ്റ്റിനെ കൺട്രോൾ ചെയ്യേണ്ടതിനെക്കുറിച്ചും അതെങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി അവിടെ നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ട്. അതും കൂടി ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. ഇത്രയുമാണ് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടത്. അടുത്ത അവസാനത്തെ പാഠം ഊർജ പരിപാലനം എന്നുള്ളതാണ്, 8ാമത്തേത്. ഇവിടെ നിന്നും 4 മാർക്കിനുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. എന്താണ് ജ്വലനം, പൂർണ്ണ ജ്വലനം, ഭാഗിക ജ്വലനം, കംപ്ലീറ്റ് കമ്പഷൻ അല്ലെങ്കിൽ പാർഷ്യൽ കമ്പഷൻ, ഫോസിൽ ഇന്ധനങ്ങൾ, പഴയ ഇന്ധനങ്ങളുണ്ട്, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവ. കൽക്കരി, 4 തരം കൽക്കരിയുണ്ട്: പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ് കോള്. ഈ കൽക്കരിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കളുണ്ട്. പെട്രോളിയത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ, പെട്രോൾ മുതൽ പെട്രോളിയം ഗ്യാസ്, അങ്ങനെ ടാർ വരെയുള്ള വസ്തുക്കൾ അവിടെ നിന്ന് ലഭിക്കുന്നുള്ളത്. LPGയും LNGയും CNGയും തമ്മിലുള്ള വ്യത്യാസം, ഇതിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയലേ. ഇങ്ങനെ കുറച്ച് അടിസ്ഥാനമായ ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇന്ധനങ്ങൾ. ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കാവുന്ന സാധ്യത. ഹൈഡ്രജൻ്റെ കലോറിഫിക് മൂല്യം വളരെ കൂടുതലാണ്, പക്ഷേ അത് ഗാർഹിക ഇന്ധനമല്ല. പക്ഷേ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജം ഹൈഡ്രജനാണ്. കാരണം നക്ഷത്രങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ്. അപ്പോൾ ഈ രീതിയിൽ ഹൈഡ്രജൻ്റെ ഒരു സാധ്യത. സൗരോർജ്ജം ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ. സൗരോർജ്ജം നമ്മൾ തുണി ഉണക്കുന്നത് മുതൽ ഇനി ഞങ്ങളുടെ വൈദ്യുത സെല്ലുകൾ വരെയുള്ള വിവിധ രീതിയിൽ സൗരോർജ്ജം ഉപയോഗിക്കപ്പെടാവുന്ന സന്ദർഭങ്ങൾ ടെക്സ്റ്റിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
റിന്യൂവബിൾ ആയിട്ടുള്ളതും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ളതുമായ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളെ പറ്റി അത് ഏതൊക്കെയാണെന്നുള്ളത് ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി എന്നുള്ള രീതിയിൽ പുതിയതായുള്ളതും അതുകൂടാതെ ഗ്രീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ. പുതിയ എനർജി സോഴ്സാണ് ന്യൂക്ലിയർ ഇന്ധനമെങ്കിലും അത് പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് ബ്രൗൺ എനർജി എന്നുള്ള രീതിയിലാണ്. അത് ആ രീതിയിൽ ഉള്ള ഒരു 2-3 ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പട്ടികപ്പെടുത്തലുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനമായി അതിനകത്തുള്ളത് ഊർജ്ജ പ്രതിസന്ധിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എനർജി ക്രൈസിസ് എന്നുള്ളത്. എനർജി ക്രൈസിസിനുള്ള കാരണങ്ങൾ, അതിനെ എങ്ങനെ പരിഹരിക്കാം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലും ഉള്ളത്. ഇതോടെ 8 പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഇതിലെല്ലാ പാഠഭാഗങ്ങളും അതിലെല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മൾ ഫുൾ A+ വാങ്ങുന്നൊരു കുട്ടി എന്ന് പറയുമ്പോൾ ഇതെല്ലാനും നമ്മൾ ഇതിലൂടെ കടന്നു പോകണം. ഗണിത പ്രശ്നങ്ങൾ, അതിൻ്റെ സമവാക്യങ്ങൾ എഴുതണം, എല്ലാ ചോദ്യങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞു 14 15 ചോദ്യമായിരിക്കാം സാധാരണ ഉണ്ടാവുന്നത്. ഓരോ ചോദ്യത്തിനും ഉപചോദ്യങ്ങളായി 1 2 3 ചോദ്യങ്ങളുണ്ടാകാം. അതെല്ലാം എല്ലാത്തിനും ഉത്തരം എഴുതണം. അതിൻ്റെ സമവാക്യങ്ങൾ യഥാർത്ഥ സമയത്തിൽ എഴുതുക. കൂൾ ഓഫ് ടൈം ഏറ്റവും മനോഹരമായി മഹത്തായി ഉപയോഗിക്കുക. ആദ്യമേ തന്നെ ഏതൊക്കെയാണെന്ന് എഴുതുക. അവസാനത്തെ ഒരു 10 മിനിറ്റ് വീണ്ടും ഇത് റിവ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. എവിടെയാണ് വിട്ടുപോയെന്ന് നോക്കുക. ഒരു സംശയമില്ല, നിങ്ങൾക്ക് മുഴുവൻ മാർക്കും 40 മാർക്കും തന്നെ സ്കോർ ചെയ്യാൻ കഴിയും. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി.